രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും മറുവശത്തേക്ക് പോയ NDRF സംഘം എത്തിയാൽ മാത്രമേ നമുക്ക് വിവരം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ ദുരന്തഭൂമിയിലേക്ക് പോയ വഴിക്ക് ഞാൻ ഈ ചെളിയിൽ പൂണ്ടുപോയ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഉമൈവാൻ, വലിക്കല്ലേ, കല്ല് കുടുങ്ങിയിട്ടുണ്ട്, ബാക്കിൽ കല്ലുണ്ട്. കൈ കിടക്കുമോ? കമൽ, എന്തായാലും ആ ദുരന്തമുഖത്ത് നിന്നാണ് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലൊക്കെ ചെളിയിൽ പൂണ്ടു പോകുന്ന അവസ്ഥയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. നേരത്തെ കമൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം അവിടെ തടയുന്നുണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം പോലുമല്ല. പക്ഷേ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ആ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ഒക്കെ കാണാതായിട്ടുണ്ടാകാം. ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാലം തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രക്ഷാപ്രവർത്തകർക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമൽ ചേരുന്നുണ്ട്. കമൽ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മളിവിടെ നിന്ന ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ചൂരൽമലയിലെ ദുരന്തമുഖത്ത് അങ്ങേയറ്റം പ്രകൃതി ക്ഷോഭിച്ച ഒരു ദുരന്തമുഖത്ത് നിന്നാണ് കമൽ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ നമ്മളോട് ഒരു നാട്ടുകാരൻ വിളിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു ഉരുൾപൊട്ടൽ ഉണ്ടാവുക, ഏത് നിമിഷവും ഈ കൺമുന്നിൽ ഒരു ദുരന്തത്തെ കാണേണ്ടി വരിക, അതിനെ ഏത് വിധേനയും അതിജീവിക്കേണ്ടി വരിക. ഈ പറഞ്ഞ പോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ മലയോര പ്രദേശങ്ങൾ, ഈ വനങ്ങളൊക്കെ തിങ്ങി നിറയുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ചൂരൽമലയുടെ ഭൂപ്രകൃതി നേരത്തെ മുണ്ടക്കൈ ഭാഗത്തിന്റെ ഭൂപ്രകൃതി നേരത്തെ കമൽ വിവരിച്ചിരുന്നു. ഈ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഒരു തരത്തിലും അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അത്രത്തോളം ദുഷ്കരമായതുകൊണ്ടാണ് ഇപ്പോഴും NDRF ടീമിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത്. ഈ പുഴ നീന്തിക്കിടന്നാണ് ഈ ചൂരമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തന സംഘം എത്തിയത്. പക്ഷേ അവിടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോഴും ആളുകൾ ആ ഒരു തുരുത്തായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പാലം തകർന്നു, റോഡില്ല, ഈ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഈ ചൂരമല ഭാഗത്ത് നമ്മൾ ആദ്യം കുറച്ചെങ്കിലും ആശ്വാസം എന്ന് കരുതിയിരുന്ന ഒരു മേഖല ചൂരൽമലയായിരുന്നു. കാരണം അവിടെ നിന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരവും ഒപ്പം അവരുടെ പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ള വിവരമൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂരമലയിലെ പ്രദേശത്ത് നിന്ന്, ആ ദുരന്തമുഖത്ത് നിന്ന് കമൽ ചേരുന്നുണ്ട്. കമൽ നിൽക്കുന്ന മേഖല, ഞാനിപ്പോൾ മുണ്ടക്കൈ ആ പുഴയുടെ ഓരത്താണ്, അവിടെയാണ് ആ തകർന്ന പാലം ഉള്ളത്.